നമസ്കാരം. ട്രാവൽ വ്യൂയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഒരിക്കൽ വന്ന് മുടങ്ങിപ്പോയ ഒരു സ്ഥലത്താണ് തിരിച്ചു വന്നിരിക്കുന്നത്. പൊന്മുടിയിലാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മലകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പൊന്മുടിയുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ അങ്ങോട്ട് മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ വളവാണ്. 2 പേർക്കും കൂടി 75 രൂപയാണ് ചാർജ്. അടിപൊളി. അത് 4ാമത്തെ ഹെയർ പിൻ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 4ാമത്തെ ഹെയർ പിൻ. ഇത് അടിപൊളി സീനറിയാണ്. ഫുള്ള് അടിപൊളി സീനറി. ചെറുതായിട്ട് നല്ല തണുപ്പുണ്ട്. വലിയ തണുപ്പില്ല, എന്നാലും പോലും ചെറിയ തണുപ്പുണ്ട്. രാവിലെ തന്നെ കുറച്ചുകൂടെ കോട മഞ്ഞ് കാണാൻ പറ്റും. വെഹിക്കിളിന് ഒരു സ്കൂട്ടർ, 2 വീലർ സ്കൂട്ടറിന് 15 രൂപയാണ് ഒരാൾക്ക്. അതുപോലെ 2 പേർക്ക്, ഒരാൾക്ക് 30 ഒരാൾക്ക് 30 വെച്ച് 2 കൂടെ 60 രൂപ. അങ്ങനെ ഫുള്ള് 75 രൂപയാണ് ഫുള്ള് ടിക്കറ്റ് റേറ്റ്.
നമ്പർ 15. ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്.
അപ്പോൾ എത്ര മണിക്ക് 1 മണിക്കൂറാണ് അവിടെ? 2 മണിക്കൂർ സ്റ്റേ. സൈക്കിളിൽ എവിടെ കയറ്റുന്നത് സമ്മതിക്കുന്നതിനാണ്. 2 മണിക്കൂറാണ് അവിടെ നമുക്ക് സ്റ്റേ ഉള്ളതുള്ളൂ. 2 മണിക്കൂർ ആകുമ്പോൾ ഇറങ്ങണം. അത് കോവിഡിൻ്റെ പുതിയ നിയമപ്രകാരമാണ് 2 മണിക്കൂർ അതിൻ്റെ അകത്ത് നിൽക്കാൻ പാടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ മാത്രം നിന്ന് ഇറങ്ങുക. അത് സൈക്കിളിൽ എവിടെ കുറേ ഒരു കയറുന്നുണ്ട്. അവരെ സമ്മതിക്കുന്നത് ചാടി അഡാർക്ക് സൈഡൊക്കെ നല്ല എല്ലാ കാറ്റാണ്. നല്ല ഇതാണ് അടുത്ത നല്ല വ്യൂ. നമ്മളിപ്പോൾ കയറി വന്ന വഴി ഇതാണ്. ഇതുവരെ നമ്മളിപ്പോൾ മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത്. ഈ പാറയുടെ മുകളിലൊന്നും കയറി അവിടെ ഒരു പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ്. അടിപൊളി. നമുക്കിനി അതോ കാണുന്ന ആ ഒരു വ്യൂവിങ് പോയിൻറ്റും കൂടെ പോയിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. നല്ല വെയിലുണ്ട്, പക്ഷേ വെയിൽ അറിയത്തില്ല. നമ്മൾ ഈ തണുത്ത കാറ്റടിക്കുന്നുണ്ട്, വെയിൽ അറിയത്തില്ല. ഇവിടെ നിറയെ ഫാമിലിയുണ്ട്. ഫാമിലീസും
ആയിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു ആളുകൾ. ഇത്രയും നിറയെ ആളുണ്ട്, നിറയെ ആളുണ്ട്. നമ്മൾ വഴിയുണ്ടാക്കി പോവുകയാണ്. ഉച്ചയ്ക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പോവാണ് നല്ലതെന്ന് പറയാം. അപ്പം വെയിൽ കുറച്ച് കുറവാണ്. ഈ സമയത്തൊന്നും നല്ല വെയിലാണ്, നല്ല കിതയ്ക്കുന്നുണ്ട് ഞാൻ. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വോയിസ് ഒക്കെ ഭയങ്കര പാടാണ്. അതുപോലെ ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ വരുന്നപ്പോൾ താഴെ പാർക്കിംഗ് വണ്ടി കൊണ്ട് വരുമ്പോൾ ഒരാൾക്ക് 30 രൂപ. ഒരാൾ വരുന്നത് 30 രൂപ വണ്ടിക്ക്. നമ്മുടെ 2 വീലറിനായിരുന്നു, 2 വീലറിന് 15 രൂപ. അപ്പോൾ നമ്മൾ 2 പേരുണ്ടായിരുന്നു, 2 പേരും കൂടി ഫുൾ 75 രൂപ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ കയറി വരുന്നുണ്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് റേറ്റ് അത്രയാണ്. പിന്നെ അടിപൊളി വ്യൂ ആണ്. അവനെന്നോട് വന്ന് ബ്രോയാണ്. ഒരിക്കൽ വന്ന് പകുതി വെച്ച് നിർത്തിയിട്ട് പോയ ഒരു സ്ഥലമാണ് പൊന്മുടി. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായി. പാർക്കിംഗ് ഏരിയ എന്നാൽ നമ്മൾ താഴോട്ട് പോകണം. നിറഞ്ഞുണ്ട് ആളുകൾ. എല്ലാ മലയുടെ മുകളിലുള്ള ആളുകൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവിടെ ഇഷ്ടം പോലെ ആളുകൾ എല്ലാ മലയുടെ മുകളിലും ആളുണ്ട്. അതാണ് നോക്കുക, ആ റോഡ് നമ്മൾ കയറി വന്ന റോഡ് അതാണല്ലേ. നമ്മൾ കയറി വന്ന റോഡ് അതാണ്. ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ, ഇഷ്ടംപോലെ കടകൾ. ലോക്ക്ഡൗണിന് ശേഷം എല്ലാവരും കടകളൊക്കെ കഷ്ടപ്പാടിന് ശേഷം എല്ലാവരും കടയൊക്കെ തുറന്നിട്ടുണ്ട്. അത് നല്ല ആളുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം രാവിലെ വരാൻ നോക്കുക. എനിക്ക് നല്ല വെയിലാണ്, വെയിൽ നല്ലൊരു പണി ആണ്. തലേന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞടിച്ച് വീഴുന്നതാണ്. അതിൻ്റെ കുറച്ച് തണലിട്ടിയപ്പം ഒരാശ്വാസമുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു നിങ്ങൾക്ക് ഞാൻ. എന്ത് കട്ടിയാണ് പറ, എന്ത് കട്ടണം അത് പറ, എന്ത് കട്ടിയാണ് അത് പറ. ഞാൻ കട്ട് ചെയ്യാം പറ. ഒന്നും കട്ട് ചെയ്യണ്ട, ഓക്കെ ശരി. പുള്ളിക്ക് എന്തോ കട്ട് ചെയ്യണമെന്ന്. എന്ത് കട്ട് ചെയ്യണോട്ടാ? ഒന്നും കട്ട് ചെയ്യില്ല. എൻ്റെ വഴികാട്ടിക്ക് വഴി മാറിപ്പോയിട്ടുണ്ട്. വഴികാട്ടിക്ക് വഴി മാറിയുണ്ട്. നമ്മൾ ഇനി തിരിച്ച് കുറച്ച് അപ്പുറത്ത് വഴി ഇറങ്ങേണ്ടത്. അപ്പുറത്തെ പാറയിൽ കൂടെ ഇറങ്ങണം. ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വഴി. ഞാൻ കണ്ടോ, കാണുന്ന ഇവിടുത്തെ വഴി. നമുക്ക് ഇറങ്ങാം, നമുക്ക് എന്തായാലും ഇറങ്ങാം. അത് വഴി ഓക്കെ. തിരിച്ച് മല മുകളിലേക്ക് കയറി ഇതെങ്ങനെയാണ് ഇറങ്ങിയത്? ഞാൻ നിങ്ങൾ ഫസ്റ്റ് അപ്പുറത്ത് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നവരാണ്. എനിക്ക് വെള്ളച്ചാട്ടം കാണിച്ചിടാന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകണേ. കാണോ വെള്ളച്ചാട്ടം? കാണോ? ഉണ്ടോ? അടിപൊളി, സൂപ്പർ. ഇത്രയും വെയിലുണ്ട്, അതിനിപ്പോൾ തണലുള്ളതുകൊണ്ട് സൂപ്പർ. അടിപൊളി പോകണം കേട്ടോ. ഒരു ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഇവിടെ വെള്ളച്ചാട്ടം സ്ഥലത്തുള്ള കേട്ടോ. പ്ലാസ്റ്റിക്കുകൾ
ദയവേത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം അതേപോലെ തിരിച്ച് കൊണ്ടുപോവുക. ഇവിടെയൊക്കെ നമ്മൾ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസായ സ്ഥലങ്ങളിൽ തന്നെ ഈ പ്ലാസ്റ്റിക്കുകളും എല്ലാം കൊണ്ടുവരുന്നത് മോശമുള്ള കാര്യമാണ്. എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്തിരി നല്ല ടൂറിസ്റ്റ് പ്ലേസിനെ എങ്ങനെ വൃത്തികേടാക്കരുതെന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പികൾ ലേസ് മറ്റും എല്ലാം കഴിച്ച് എല്ലാവരും ഈ പ്ലാസ്റ്റിക്കിന് ഇവിടെ എല്ലാം കൊണ്ടിടുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുതെന്ന് പറയുള്ളൂ. ഈ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി താഴെ വന്ന് ഈ കാട്ടിൻ്റെ അകത്തോട്ട് പോയി തിരിച്ച് അടുത്ത പാറ ഇങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. ഞാൻ പിന്നെ ഓർമ്മയുണ്ട് കാര്യം വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ രാവിലെ തന്നെ വരാൻ നോക്കുക. പുള്ളി ടയർഡായിട്ടുണ്ട്. നമുക്കിന്ന് ഈ പാർക്കിങ്ങിൽ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്ര ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത്രയ്ക്കും നിറയെ ആൾക്കാരാണ്. പൊന്മുടിയിൽ നിന്ന് ഇറങ്ങിയാണ്. അതിന് നമ്മൾ എവിടെയാണ് പോണേ? മീൻമുട്ടിയാണ്. അല്ല മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. അതുപോലെ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ്